ഗുഡ് മോർണിംഗ്. ഇതെന്താ രാവിലെ തന്നെ മുടിയൊക്കെ കഴിച്ചിട്ട് ഇഷ്യ പോലെ ഇരിക്കുമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇന്നാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മുടിയുടെ ഒരു ശോചനാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നും കുളിക്കും, മുടി അങ്ങനെ തന്നെ ഇടും, മുടിയിലൊന്നും തുടത്ത പോലും ഇല്ല. അങ്ങനെ പോയി മുടി മുഴുവൻ ഇരുമാതിരി ജട പിടിച്ച അവസ്ഥയായി. പഠിക്കണൊക്കെ സമയത്ത് നിറയെ മുടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മളുടെ കുറേ ട്രാജഡികളൊക്കെ കടന്നുപോയി, സ്കിൻ കെയറോ ഹെയർ കെയറോ അങ്ങനെയുള്ള ഒന്നും ചെയ്യാതെ മുടിയുടെയൊക്കെ അവസ്ഥ ഇതായി. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒന്ന് നോക്കുമ്പോൾ നിറയെ ജട പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇനിയെങ്കിലും ചെയ്യണം എന്നുണ്ട്, പക്ഷേ മടി കൂടപ്പിറപ്പായതുകൊണ്ട് അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും നോക്കാം, ശ്രമിച്ച് നോക്കാം. എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ ഒരു ക്രീം പോലും തേക്കാൻ പറ്റത്തില്ല. മഞ്ഞൾ ഭയങ്കര അലർജിയാണ്. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ കണ്ടുപിടിച്ചൊരു സൺസ്ക്രീൻ ഉണ്ട് എൻ്റെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളത്. അതും ഡെയിലി ഒന്നും തേക്കാറില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം. അതാണ് ആകെ ചെയ്യുന്നൊരു സ്കിൻ കെയർ എന്ന് പറയുന്നത്. മുടിയുടെ ശോചനാവസ്ഥ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വരുന്നുണ്ട്. അമ്മ എന്നെ വഴക്ക് പറയുകയാണ്, എപ്പോഴും പറയത്തില്ലേ നോക്കാൻ, അറ്റ്ലീസ്റ്റ് ജടയെങ്കിലും കളഞ്ഞിടാൻ പറയത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ സൈഡിൽ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ശരി, ഇനി നാളെ തൊട്ട് ഞാൻ നന്നാവുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇമാതിരി കുറേ കാര്യങ്ങൾ പറഞ്ഞ് ബോറായിട്ടുണ്ടാവില്ലേ. അപ്പം നമുക്ക് നമ്മുടെ പതിവ് പോലെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് അറേഞ്ച് ചെയ്ത് വെക്കണം എന്നുള്ളത്. ഇത് മറ്റേ നമ്മുടെ ബന്ദിപ്പൂവാണ് കേട്ടോ. അത് ഒരുപാട് വലുതാവാത്ത ചെറിയ മിനിയേച്ചർ ടൈപ്പ്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഹാങ്ങിങ്ങിൽ ഇടുവാണെങ്കിൽ അത് നിറച്ച് പൂത്തിരിക്കുന്നതാണ്, നല്ല ഭംഗി ഉണ്ടാവുമെന്ന്. അപ്പോൾ ഈ റൈനോ ചെടികൾ ഒന്നര വെട്ടിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് വേറെ ചെടികൾ ഇടാമെന്ന് വിചാരിച്ചു. ഇത് ലിപ്സ്റ്റിക് പ്ലാന്റാണ് കേട്ടോ. ഇത് കുറച്ച് സമയം എടുക്കും പൂക്കാനെന്ന് അറിയാം, എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ പൂക്കൾ. റെഡ് ലിപ്സ്റ്റിക്കിൻ്റെയാണ്. ഇനി നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് നമ്മുടെ പച്ചക്കറി കൊണ്ടൊന്ന് നോക്കണം. രാവിലെ ഇതുവരെ എല്ലാവരും ഒന്ന് കണ്ടിട്ടാണ് ബാക്കി കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ കെയറൊക്കെ ഈവനിങ് ആണ് നോക്കുന്നത്. കാര്യം എന്തെങ്കിലുമൊക്കെ വളം ഇടണമെങ്കിലൊക്കെ ഈവനിങ് ഇട്ടാലായിരിക്കും അതിനൊന്ന് റിലാക്സ് ചെയ്തിട്ട് വരാൻ പറ്റുള്ളൂ. രാവിലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വെയിലില്ല, നല്ല മഴയാണ്. അപ്പോൾ ഇത് നമ്മുടെ വെണ്ടയൊക്കെ ചെറുതായിട്ട് കായൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി വളം ഇടണമെന്ന് ഞാൻ 2-3 ദിവസമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഇതിന് വളമൊക്കെ ഇട്ട് കൊടുക്കണം. മഴയൊക്കെ പെയ്ത് നല്ല കുളിച്ച് സുന്ദരമായിട്ട് നമ്മുടെ തക്കാളി കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. മഴയായതുകൊണ്ട് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ രാവിലത്തെ ആ ഒരു വലിയ പണി എന്ന് പറഞ്ഞാൽ അമ്മയായിട്ട് ചെയ്യണം രാവിലെ. രാവിലെ അമ്മ എഴുന്നിട്ട് ഇതെല്ലാം നനച്ചോളും. ഇപ്പം മഴയായതുകൊണ്ട് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയൊക്കെയാണ് ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.